മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി ആകാശ് തില്ലങ്കേരി അടക്കം 17 പ്രതികളെ റിമാൻഡ് ചെയ്യാൻ നിർദ്ദേശം വരികയാണ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് പ്രധാനപ്പെട്ട ഉത്തരവ്. CK വിജയൻ ചേരുന്നുണ്ട്. വിജയൻ, അങ്ങനെ ഭരണമാറ്റം സംഭവിക്കുമ്പോൾ നേരത്തെ നമ്മൾ ചില വാർത്തകൾ പറഞ്ഞുവല്ലോ, അതുപോലെ ഈ കേസിൽ ഷുഹൈബ് കേസിലും ഉണ്ടായിരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ്? പ്രതീഷ്, ഇത് ഒരിക്കലും ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പകരം ഇത് കോടതിക്കകത്ത് നടക്കുന്ന ചില വിചാരണയ്ക്കിടെ നടക്കുന്ന സംഭവങ്ങളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പര്യവസാനവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇത്തരത്തിൽ ഷുഹൈബ് വധക്കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. അതിൽ ഒന്നാം സാക്ഷിയെ വിചാരണ പൂർണ്ണമായും കഴിഞ്ഞു. രണ്ടാം സാക്ഷി ഉൾപ്പെടെയുള്ള വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ചില നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ഈ കേസിൽ ഒരു പ്രത്യേക വഴിത്തിരിവിലെത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നാം സാക്ഷിയുടെ വിചാരണ കഴിഞ്ഞതിന് ശേഷം ആ വിചാരണ നടപടിക്രമങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ 137 വകുപ്പ് പ്രകാരം ശരിയായ രീതിയിലല്ല എന്നൊരു പരാതി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുന്നു. അത് കോടതി തള്ളുന്നു. രണ്ടാമത്തെ ദിവസം മുതൽ ക്രോസ് വിസ്താരവുമായി പ്രതികളുടെ അഭിഭാഷകർ സഹകരിക്കാത്ത സാഹചര്യം വരുന്നു. അതിനവർ പറയുന്നത് ഈ 137 വകുപ്പ് അനുസരിച്ചല്ല ഒന്നാം സാക്ഷിയുടെ വിചാരണ നടന്നത് എന്ന കാരണം പറഞ്ഞാണ് ആ ഹർജി ഇതേ കോടതി തന്നെ അതായത് അഡീഷണൽ സെഷൻസ് കോടതി 3 തന്നെ തള്ളുകയും ചെയ്തു. തള്ളിയതിന് ശേഷം ഈ വിചാരണ നടപടികൾ അനന്തമായി വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയെ കോടതി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിചാരണ നടപടികളുമായി ഇപ്പോൾ സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകർ കോടതിയെ അറിയിച്ചത്. പക്ഷേ അതിനിടയിലാണ് അതോടൊപ്പമാണ് ഈ പ്രതികളുടെ അങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രതികളുടെ വിചാരണ നടക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ്റെ ഹർജി പരിഗണിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തു. ഇനി വിചാരണ നീണ്ടുപോവുകയാണെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതികൾ ജയിലിൽ കഴിയണം എന്നാണ് ഇപ്പോഴുണ്ടായ കോടതി വിധിയുടെ ചുരുക്കം.